സമൂസ. ഇത് പത്തിരി, എന്താ ചട്ടപ്പത്തിരി, ഇറാനി പോള. ഇറാനി പോള. പിന്നെ മാംഗോ ജ്യൂസ്, ഇത് വാട്ടർമെലൻ, പിന്നെ ഗ്രേപ്സ്, പരിപ്പ് വട, ഉന്നക്കായ, പിന്നെ ഇതെന്താ, ഇത് പോക്കറ്റ് ഷവർമ. ഇത് ചട്ടിപ്പത്തിരി, ഇത് ചിക്കൻ ബോക്സ്. ഇത് മോമോസ്. പിന്നെ അത് കണ്ടു. പിന്നെ ഇത് തരിക്കഞ്ഞി. പിന്നെ ഇത് പാലട. ഇത്രയും സാധനങ്ങളാണ് ഇവിടെ നോമ്പ് തുറക്കി ഞങ്ങൾ എല്ലാവരും കൂടെ പല വീട്ടിൽ നിന്നും ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ളതാണ്. ശ്രീനി പെണ്ണുങ്ങൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതെ, പെണ്ണ് വരുന്നുണ്ട്. പുതിയാപ്പിള പെണ്ണ്. പുതിയാപ്പിള പെണ്ണ് എന്താ പറയാ, എന്താ പറയാ, ലക്ഷ്മി ചേച്ചി ഒരു ഹായ്, ഒരു ഹായ് പറയാ പെണ്ണേ. ഇത് ബീഫ്, ഇത് മട്ടൻ, ഇത് മട്ടൻ കുറുമ. സ്പ്രിംഗ് കോഴി നിറച്ചത്. സ്പ്രിംഗ് കോഴി നിറച്ചത്. ഓക്കെ, ഇത് കോഴി നിറച്ചത് ഷക്കീല സ്പെഷ്യലാണ് കേട്ടോ. ഇത് പടച്ചോനില്ല. എന്ത് ബിരിയാണിയാ? ചിക്കൻ ബിരിയാണി. സാലിഹ പത്തിരിയും പിടിച്ച് നിൽക്കുന്നുണ്ട്. ആരിപ്പോ ബിരിയാണി പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇനി എന്താ കൊണ്ടുപോകാത്ത? ശാന്തി ചിക്കൻ സ്മോക്കി ഇതെന്തായിരുന്നു? ഇത് പറഞ്ഞില്ലല്ലോ. ചൗവരി ക്യാരറ്റ് പായസം. പായസം ഞാൻ തിന്നേ. കഴിക്കാത്തൊരു ഞാനും കഴിച്ചിട്ടില്ല. പകുതി ടേസ്റ്റ് നോക്കണമെങ്കിൽ എല്ലാവരും പകുതിയേ പറ്റുള്ളൂ. കഴിക്കാൻ പറ്റില്ല.
എങ്ങനെയുണ്ടായിട്ട് സന്യാസിമാരൊക്കെ ഒന്നും ചോദിക്കാനില്ല സന്യാസിമാരുടെ വെറും ഈ ഒരു സ്റ്റാർട്ടറൊക്കെ തിന്നപ്പോൾ തന്നെ നോമ്പുതുറ കഴിഞ്ഞപ്പോൾ തന്നെ ഇനി മെയിൻ ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല അല്ലേ ഇടയ്ക്ക് നിറഞ്ഞു. അവിടെ ഇന്ന് ഉമ്മക്കുട്ടിയായിട്ട് വന്നിരിക്കുകയാണ്. ലവ് യു, താങ്ക് യു. ഞങ്ങൾ നല്ല കൂട്ടാണ്. ഇത് ബിന്ദുവാണ് കേട്ടോ, തലക്കിട്ടോണ്ട് തെറ്റിദ്ധരിക്കും. ഞാൻ ഇന്നത്തെ ഒരു സിനാരിയോ ആയിട്ട് ഇന്നത്തെ ദിവസത്തിന്റെ മാത്രം എന്തൊരു രസാലേ, ചെറിയ കാലത്തിലേക്ക് പോയ മാതിരിയാണ്. അവിടെ നിങ്ങൾ പോരണ്ടായിരുന്നു അല്ലേ? ടീച്ചർമാര് അതെ 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 ആ അവൾക്ക് അതെ അതെ അതെ. അയ്യോ ഇപ്പൊ കുറച്ചൊക്കെ കഴിച്ചാൽ വയറൊക്കെ നിറഞ്ഞൂലേ? ഇനി എന്താ കഴിക്കാം? നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെല്ലേ? അയ്യോ അതെ അതെ അതെ. ഇത് നസീമയുടെ ഹസ്ബൻഡിന്റെ ഉമ്മയാണ്. ഉമ്മ പാവം ഞങ്ങളുടെ കൂടെ ഒക്കെ കൂടിയിട്ടോ. ഇനി കല്യാണാലോചനയൊക്കെ വരും കേട്ടോ. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നേരെ നോക്കിയിരുന്നു. എൻ്റെ ഫ്രണ്ടിന്റെ മോളാണ്, അവളെ കല്യാണം ആയിട്ടില്ല കേട്ടോ. ഇല്ല നനക്കില്ല, ഇനി വേണ്ട. അതെ അവളുടെ മുടി കണ്ടാ ചിലപ്പോ വരുമേ. എന്താ മുടി, നല്ല കാര്യം. ഇവളുടെ മോളാണത്. എൻ്റെ മോളെ കാണിച്ചതാ ഞാൻ. അവളുടെ മോളല്ല കേട്ടോ, ഞങ്ങളുടെ ഒക്കെ മോളാണ്. ഇവിടെ വന്ന ഞങ്ങളുടെയൊക്കെ മോളല്ലേ? അതെ 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 അതെ. അവള് ഞങ്ങളുടെ ഇടയിൽ ഒരാളാണ്. എൻ്റെ കുട്ടിന്നല്ലേ? അതെ. ഇത് ഇവളുടെ കുട്ടി ഇതാന്നാണ് അവകാശപ്പെടുന്നത്. പോരെ, ഇതിലും പറഞ്ഞിട്ടുണ്ട്. പോരെ, എവിടെ പെട്ടുപോയത്? ത്രിവേണി സംഗമത്തിലേക്ക് കയറുന്നിടത്തൊരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് കഴിഞ്ഞിട്ട് അവിടുന്ന് എത്രയോ നടക്കണം. പല സ്ഥലത്തും മുങ്ങാം. ഗംഗ ഉണ്ട്, യമുന ഉണ്ട്. എനിക്ക് വേണ്ടിയിരുന്നത് ത്രിവേണി സംഗമമായിരുന്നു. ഗംഗ, യമുന, സരസ്വതി. അപ്പൊ അവിടെ പോയിട്ട് മുങ്ങാന്ന് വിചാരിച്ചത് ഞാൻ മുങ്ങിക്കഴിഞ്ഞപ്പോ ഒക്കെ നനഞ്ഞു. ഡ്രസ്സ് മരത്തിന്റെ മുകളിൽ ഭഗവാനെ
അവർക്ക്. കേൾക്കട്ടെ എന്റെ വിഷമം. പറഞ്ഞോ പറഞ്ഞോ, ഞാൻ കേട്ടു. പറഞ്ഞോ. കറക്റ്റായിട്ട് ഇത് കണ്ടാ തന്നെ വിടില്ല. നീ ഒറ്റയ്ക്ക് പോയോ? അതെയോ? ആ ബസ്. ആ ആ ബസ്. രാത്രി ഉറങ്ങാനൊക്കെ എന്തായിരിക്കും? സെമി സ്ലീപ്പർ ഉണ്ട് വണ്ടിയിൽ. രണ്ട് ഡ്രൈവേഴ്സ്. എനിക്ക് 2900 കിലോമീറ്ററാണ്. 2900. പിന്നെ വേറെ വലിയ അഡ്വഞ്ചർ റൂട്ടിന് പോയി. ഫുലന്തേവി റൂട്ടിനാണ് പോയത്. ചപ്പൽക്കാടുകളെ പഠിച്ചു. അപ്പൊ എല്ലാവരോടും നമ്മൾ ബസ്സുകാർ പറയും എല്ലാ ബസ്സുകളും ഒന്നിച്ച് വന്നിട്ടൊക്കെ പോകാൻ പാടില്ല. ഒറ്റയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ അവർ പിടിക്കും, നമ്മളെ പിടിച്ചിടും. അപ്പോൾ എല്ലാ വണ്ടികളും ഒന്നിച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ കാശ്മീരിലെ കാശ്യമ്മയുടെ വണ്ടിയുണ്ട്, ഇന്നോവയുണ്ട്, പിന്നെ ഞങ്ങളുടെ മൂവബിൾ കിച്ചൺ ഉണ്ട്, അത് പിന്നെ 4 വണ്ടികൾ വേറെ ഉണ്ട്. ഇത്രയും വണ്ടികളൊക്കെ വന്നതിന് ശേഷമാണ് ഫുലന്തേവി റൂട്ട്. ഫുലന്തേവി റൂട്ട് പറഞ്ഞാൽ ചെറിയ റൂട്ടല്ല, 9.5 മണിക്കൂറുള്ള റൂട്ടാണ് ചമ്പൽക്കാടുകൾ. രാത്രി പോയത്. അപ്പോൾ നമ്മളോടൊക്കെ മൊബൈലുകൾ ഓഫ് ചെയ്യാൻ പറയും, വണ്ടിക്ക് ലൈറ്റ് പാടില്ല, എവിടെയും നിർത്താൻ പാടില്ല, യൂറിൻ പാസ് ചെയ്യാൻ ഒന്നിനും നിർത്താൻ പാടില്ല. പോയി അതിനിടയിൽ നമ്മൾ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി റോഡ് ക്രോസ് ചെയ്തതാണ്. വണ്ടിയിലുണ്ടായിരുന്ന സ്ത്രീന് കാർ ഇടിച്ചിട്ടുണ്ട്. ബസ്സിലുണ്ടായിരുന്ന സ്ത്രീ കാർ ഇടിച്ചു എന്നുള്ള കാല് ഫുള്ള് ചവഞ്ഞു, ഇത്ര ഇങ്ങനെ വീർത്തു വന്നു. അപ്പം ഞങ്ങളുടെ ബസ്സിൽ ഡോക്ടർ ഉണ്ടായിരുന്നു, രാമനുണ്ണി ഡോക്ടർ, PK ദാസിലൊക്കെ ഉണ്ടായിരുന്ന. അങ്ങനെ വന്ന് നോക്കിയിട്ട് പറഞ്ഞു ഇത് സർജറി വേണം, അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്താ വെച്ചാൽ പിന്നെ ഇനി എന്താ വെച്ചാൽ ചെയ്യും. അപ്പോൾ തന്നെ ആംബുലൻസുകളെല്ലാം വന്നു, പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇത് വന്നു, പോലീസുകാർ വന്നു. ആ വണ്ടി നിർത്താതെ പോയി. നമുക്ക് അവിടെ നിന്ന് ഹൈവേ അല്ലേ, സ്പീഡ് ഹൈവേ അല്ലേ, ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവർ ഈ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് നാട്ടിലേക്ക് പോയി. അങ്ങനെയൊക്കെ വിഷമങ്ങൾ മാത്രമേ. എന്റെ ടെന്റിലേക്ക് എത്തണ്ടേ? ഞാനാണെങ്കിൽ അവിടെ 2 മിനിറ്റിലെ ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ല. അപ്പൊ എനിക്ക് അതിന്റെ ശ്വാസം കിട്ടിയില്ല. സെക്കൻഡ് ടേണിൽ മാത്രമേ എനിക്കറിയുള്ളൂ. അപ്പൊ ഒരു സൈക്കിളുകാരൻ ചെക്കൻ വരുന്നു, വലിയ വട്ടമുള്ള സൈക്കിളാണ്. ഇതിന്റെ ബാക്കിൽ ഇങ്ങനെ വെജിറ്റബിൾസ് വെക്കുന്ന ഒരു ഫ്രൈ പോലത്തെ മരത്തിന്റെ സാധനം, അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കണം നമ്മൾ. അപ്പോൾ ഇവർ ഉരുട്ടി നമ്മളെ കൊണ്ടുപോകും. എന്നിട്ട് മെയിൻ റോഡ് വരെ അവിടെ എത്തും. സ്റ്റെപ്പിന്റെ മേലിരിക്കുന്ന കുട്ടിക്ക് ആ വെറും ചുരിദാറിന്റെ മേലെ സാരിയില്ല, അതിന് എന്താ എത്ര പ്രായമായി ചോദിക്കില്ലേ? ഇനി പോന്നോളൂ താഴത്തേക്ക്. ബാക്കിലിരുന്ന ആൾക്കാരെ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ എടുക്കാൻ പറ്റുള്ളൂ. മെല്ലെ വന്നോളൂ, ഇറങ്ങി വരൂ. അവസാനത്തെ ആൾക്കാരെ കാണാനില്ല. വരും താരം വേണം, താലം വേണോ? പാവം കുട്ടികളെ പിന്നിൽ കണ്ടിട്ടില്ല. അതാ ഈ വരുന്ന 2-3 ആളെയാണ് കാണാത്തത്. കാണാനില്ലാന്ന് കൊടുക്കണം. ഓ എടുത്തരാലോ. അല്ല
ചിറ്റ് കാച്ചി പിന്നെ ഇത് ഈ കുട്ടി വന്നിട്ട് നസീമാന്റെ എത്ര 64. അതൊന്നുകൂടി പറയും ആർക്കാ ഭ്രാന്തായ താഴത്തേക്ക് നോക്കല്ലേ സീറോ ആക്കിയിട്ട് ഇതിപ്പോ എന്താ സംഭവം ഒരേ വെയിറ്റുള്ളവർക്ക് സമ്മാനം ഒരേ വെയിറ്റ് ഉള്ളവർക്ക് എന്റെ വെയിറ്റുള്ള ഞാൻ വേറെ ആൾക്കും പറയും ഉറപ്പല്ലേ കുറയില്ലേ എത്രയാണ് 60. ആരിഫ വാ എത്രയാ ഏറ്റവും കുറവുള്ള ആൾക്കും ഏറ്റവും കൂടുതലുള്ള ആൾക്കും കൊടുക്കുക അങ്ങനെയാണ് വേണ്ടത് ഏറ്റവും കുറവുള്ള ആൾക്കും ഏറ്റവും കൂടിയ ആൾക്കും കൊടുക്കുക അപ്പോൾ അവസാനത്തെ എനിക്ക് കിട്ടും അപ്പൊ അതല്ല ഞാൻ 79 നോക്കട്ടോ നിക്ക അത് സീറോയിലാവട്ടെ കൂടെ നോക്കണേ എഴുതിയിട്ടില്ല എത്രയാ അമ്മ അന്ന് ഇന്നത്തെ ഭക്ഷണമായിരിക്കും എത്രയാണ് 60.95 അയ്യോ അത് പോയി 60.95 ഇല്ല ആയിട്ടില്ല ആ ഇനി കയറാം ജമീല ഓ ശരിയല്ല 58 ജമീല 60 കൂടി ഇല്ല ജമീല 58 നേരെ ഇരട്ടിയാവും ഞാൻ നേരെ നിക്ക് അറുപത്തിമൂന്ന് അപ്പൊ 64 ഇത് തെറ്റില്ല ഇത് കറക്റ്റോ ഞാൻ ഡോക്ടറോടെ പോയിട്ട് ഇവിടെ വന്നിട്ട് അതേപോലെ ഞാൻ നോക്കാം അപ്പൊ കറക്റ്റ് സാലിഹ എത്രയാ 63 64 അവർ രണ്ടാളും സാലിഹയും പ്രവീം സാലിഹയ്ക്കും പ്രഭയ്ക്കും അവൾക്കത് കറക്റ്റ് 63.95 ഇവർ അതെ അതെ ഒന്ന് രണ്ടാളെ ഒന്ന് കാണട്ടെ ഒരു മിനിറ്റ് ജയിച്ച രണ്ടാളെ ഒന്ന് കാണട്ടെ ഗ്രൂപ്പിലെ സുന്ദരികള് വെയിറ്റ് മാനേജ്
ചോദിക്കോ? പ്രഭാമോഹൻ. ഞങ്ങൾക്ക് നല്ല ചിട്ടയുണ്ട്. മാഡം കുറച്ചവർക്ക് പറയൂ. പറയൂ. അല്ല വേണ്ട, ഉറക്കെ പറയൂ. പറഞ്ഞോളൂ. സാലിഹ ചോദിച്ചതിന് ഉത്തരം പറയൂ. സാലിഹ എങ്ങനെയാണ്? അതെ അതെ, വ്യക്തമാക്കണം. ഞങ്ങൾ നല്ല ഡിസിപ്ലിനുള്ള കുട്ടികളാണ്. അതെ, ഫുഡ് കഴിക്കും. ഞങ്ങളുടെ ഭർത്താക്കന്മാര് നല്ല സ്വഭാവമാണ്. അടികൂടരുത്, അടികൂടരുത്. ഈ ഗ്രൂപ്പിനായിട്ട് വലിയ ഹെവിയായിട്ട് ഗ്രാൻഡായിട്ട് പൈസ നിങ്ങൾക്ക് തരുന്നുണ്ട്. വലിയൊരു എമൗണ്ടാണ്. എന്ത് ചെലവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? ഏത് രീതിയിൽ നിങ്ങൾ ഇവിടെ തന്നെ ചെലവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? ഇവിടെ തന്നെ. വലിയ എമൗണ്ട് ചുരിദാർ. അതെ അതെ, ഇവിടെ ഒരാൾ ഇന്റർവ്യൂ എടുക്കണ്ടേ? നീ ഇതാ പിന്നെ ചോദിക്കണ്ടേ? എപ്പോഴും നമ്മളൊരു മണി ഒരു പ്രൈസ് കഴിയുമ്പോൾ മണി സർക്കിൾ ഉണ്ടാക്കണം. ഇവിടെ തന്നെ അത് എങ്ങനെ നിങ്ങൾ നല്ല തന്നത് വെറുതെ ആസ്തിയുള്ള നിങ്ങളുടെ കുടുംബത്തിൽ ഇതിന്റെ ആവശ്യമില്ലാന്ന് ഇത് ശരിക്കും പറഞ്ഞാൽ കാശിന്റെ ദുരുപയോഗമാണ് ഇവിടെ കാണുന്നത്. എടുത്തു വെക്കണം ആരും അറിയാതെ. ഒരു സ്പെൻഡ് ചെയ്യണം. നമ്മളെപ്പോഴും കിട്ടുന്ന ഗിഫ്റ്റ് മണി പറഞ്ഞാൽ ഇവിടെ തന്നെ നിങ്ങൾ ഏത് സ്പെൻഡ് ചെയ്യും. ഞാനീ സാലിഹ വാങ്ങിച്ചോളൂ. സാലിഹ ഇതെല്ലാരും ഓരോ എടുത്തൂടെ? ഇതെല്ലാരും ഓരോ പീസ് കഴിച്ചു. ചോറൊക്കെ ഐസും കട്ടായിട്ട് രസം ഉണ്ടാവില്ലേ? ഒന്നും കഴിക്കണേ തോന്നുന്നില്ല. ഭക്ഷണം കഴിക്കാൻ വയറ് കുറക്കണം വേണ്ടി കാല് വേദനയ്ക്ക് പറഞ്ഞ് കാല് കഴിക്കണം. വെയിറ്റ് കുറയ്ക്കാൻ 60 വന്നു. നീ എന്താ ബിരിയാണി ഒന്നും കഴിക്കാത്ത? ഓ നോണ്. ആ അവൾക്ക് നോമ്പാണ്. ശരിക്കും വിശപ്പ് മുഴുവൻ പോയില്ലേ? പോയി. അവള് പ്രസിദ്ധ ഡാൻസ് ചെയ്യാൻ പോവാ. പരിപാടി കാണാൻ പോണേ ലക്ഷ്മിയാ.
ചൂടാക്കണ്ടി നെയ്യ് ഊറിക്കണോ എന്റെ ചക്കരയുടെ അപ്പൊ ഞങ്ങളുടെ ഇഫ്താർ വിരുന്ന് നസീമയുടെ വീട്ടിലായിരുന്നു. ആ അതെ, വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അതെ, ഹാപ്പി ഈവനിങ്. ഒരാൾ പിന്നിലൊക്കെ നിൽക്കണം. അതെ, ലവ് യു ഓൾ. ബാഗ് ആരുടെയെന്ന് പറഞ്ഞിട്ടൊന്നും എടുക്കണ്ട. ആ ശരി ശരി കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ.